ഫാദർ ജോസഫ് അലക്സ് എഴുതിയ ലേഖനം എന്തിനെന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടി. ഫാദർ ഡാൻ റീഹിൽ പങ്കുവച്ച സംഭവം ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതിനുള്ള ഇഗ്നീഷ്യൻ ധ്യാനത്തിനായി ഒരു വൈദികൻ വന്നു. ഡാൻ അച്ഛനാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടിയിരുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സഹായിക്കുന്നതിനിടയിൽ എപ്പോഴോ ഡാനച്ചൻ ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷം ഏതായിരുന്നു? ആ വൈദികൻ പെട്ടെന്നാണ് ഉത്തരം നൽകിയത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമാണ്. എൻ്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ട ദിവസം. ഡാനച്ചൻ പെട്ടെന്ന് സ്തബ്ധനായി. ആ വൈദികൻ തുടർന്നു, ആ ദാരുണ സംഭവം നടന്നപ്പോൾ 3 ദിവസത്തേക്ക് ഞാൻ ഒളിച്ചിരുന്നു. പിന്നീട് രക്ഷാകർമ്മത്തിനെത്തിയവർ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ മനസ്സിൽ ഉയർന്ന പരാതിയും ചോദ്യവും ഇതായിരുന്നു: ദൈവമേ, എന്തിനാ എന്നെ ഇത്തരം വേദനയിലൂടെ കടത്തിവിട്ടത്? എന്നെ കൂടി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ ഉത്തരം കിട്ടി. തമ്പുരാൻ സംസാരിച്ചു, അതിന് കാരണം മറ്റൊന്നുമല്ല, നീ ഒരു വൈദികനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ എൻ്റെ കരുണയുടെ ശുശ്രൂഷ ചെയ്യണം. അത് വലിയ കാര്യം തന്നെയാണല്ലോ. എന്നിട്ട് ശുശ്രൂഷ ചെയ്തു തുടങ്ങിയോ എന്ന് ഡാൻ അച്ഛൻ ചോദിച്ചപ്പോൾ പൂവെന്നായിരുന്നു മറുപടി. അങ്ങനെ ശുശ്രൂഷ ചെയ്തു തുടങ്ങാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് സിമ്പിളായിരുന്നു. എൻ്റെ കുടുംബത്തെ മുഴുവൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ആളോട് ക്ഷമിക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത് ഓർക്കുക: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ലൂക്ക 23:34. ഇപ്പോൾ എവിടെ പോയി അച്ഛൻ ശുശ്രൂഷ ചെയ്ത് സംസാരിച്ചാലും ഒട്ടേറെ ആത്മാക്കൾക്ക് ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കുന്നു അത്രേ. എത്ര ശക്തവും സുന്ദരവുമാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി! മുറിവേറ്റ സൗഖ്യദായകൻ, ദ വൂണ്ടഡ് ഹീലർ. അത് ഈശോയുടെ വ്യതിരിക്തതയാണ്. ഈശോയെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയുടെയും. ഈശോയെ നോക്കി സൗഖ്യം നേടാനും സൗഖ്യദായകരായി മാറാനും നമുക്ക് സാധിക്കട്ടെ.